ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ എറണാകുളത്ത് നിന്ന്. ഞാനും ജാക്കിയും ഇപ്പോഴുള്ളത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ സമയം നമ്മൾ ഒട്ടും വൈകിപ്പിക്കാൻ പാടില്ല. ഹൈബിയുടെ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ചെറിയൊരു ക്ഷീണമുണ്ടോ? ക്ഷീണം നന്നായിട്ടുണ്ട്. നമ്മൾ വെളുപ്പിനെ തുടങ്ങുന്നതല്ലേ. കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? RSS സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്ന ഒരേ ഒരു കാര്യം, അവർക്ക് കേരളത്തിൽ റൂട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ ക്രൈസ്തവ ഇസ്ലാം വിഭാഗങ്ങൾ തമ്മിൽ അന്തരമുണ്ടാകണം, അവരെ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ് BJPക്ക് കിട്ടും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രൊപ്പഗാൻഡയും അജണ്ടയുമാണ് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്രത്തിൽ ഇത്തവണ ഒരു അധികാര തുടർച്ച ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഒരു മാറ്റം ഉണ്ടാവും? മാറ്റം ഉണ്ടാകണമല്ല, മാറ്റം ഉണ്ടാവും. ജനങ്ങളുടെ ജനഹൃദയത്തിലെ ഒരു മാറ്റമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നരേന്ദ്രമോദി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ കുറച്ചേരം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ മൊത്തത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ? രാഷ്ട്രീയം അന്തരീക്ഷത്തിൽ നിലനിൽക്കണോ എന്നുള്ളൊരു ചിന്താഗതി ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് മനസ്സിൽ. ആരധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിൽ? കോൺഗ്രസ് വന്നാൽ നല്ല. എങ്ങനെയാ മൊത്തത്തിൽ മണ്ഡലത്തിലേക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം? ഹൈബീഡൻ ജയിക്കും. ഹൈബീഡൻ ജയിക്കുമോ ഇത്തവണ? ഹൈബീഡൻ ജയിക്കും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തുടരണമെന്നാണോ ആഗ്രഹിക്കുന്നത്, മാറണമെന്നാണോ? നരേന്ദ്രമോദിന് ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഈ മനോഹരമായ സൗത്ത് ബീച്ചിൽ, മഹാത്മാഗാന്ധി ബീച്ചിൽ എത്തിയപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകാരികളെ കിട്ടി. तुझ पे गुजरे ना हयामत शबे तन्हाई के दिल के अरमासों में बह गए हम वफा करके भी तन्हा रह गए. കേന്ദ്രത്തിൽ ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ മോദിയുടെ ഭരണം മാറണമെന്നുള്ള ആഗ്രഹിക്കാറ്. എന്തുകൊണ്ടാണ് മോദിയുടെ? അതായത് ഒരു ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം അല്ല ഇവിടെ. കാരണം വർഗീയത പറഞ്ഞ ആളിലൊക്കെ തമ്മിലടിപ്പിച്ച്. നമ്മൾക്ക് ഇവിടെ മനുവിനെ കിട്ടി. മനു ഒരു പാട്ടുകാരനാണ്. മനു എവിടെ വീട്? ചോറ്റാനിക്കരയിലാണ് വീട് അല്ലേ? എത്ര കാലമായിട്ട് പാട്ട് മേഖലയിലുണ്ട്? ഒരു 10-18 വർഷത്തോളം. അപ്പോ ചോറ്റാനിക്കരയിൽ നിന്ന് വന്ന മനു നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടും. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ. ആരാണ്ട ആരാണ്ട നാടിനുടയോ നാരാണ്ട, ആരാണ്ട ആരാണ്ട നാടിനുടയോ നാരാണ്ട.